ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ബീറ്റ്സ് വേൾഡ്. മല്ലു ബീറ്റ്സ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റൂം ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കുറേ ആയി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ജോലിക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. തമ്പുരുക്കുട്ടി കുറച്ചൊക്കെ വലുതായില്ലേ, ഇനി അവളെ ഡേ കെയറിൽ വിട്ടിട്ട് ഞാൻ ജോലിക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇനി റൂം ക്ലീൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ജിതിയേട്ടനില്ല, ജിതിയേട്ടൻ ജോലിക്ക് പോയേക്കാണ്. തമ്പുരുക്കുട്ടി അവിടെ ഹാളിൽ നിന്ന് ഗംഭീര കളിയാണ് കേട്ടോ. അപ്പം അതിനിടയിൽ ഞാൻ ഒപ്പം അവളെ നോക്കുന്നുണ്ട്, ഒപ്പം എൻ്റെ ക്ലീനിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ആ പുട്ടിയിട്ട സ്ഥലത്ത് നന്നായിട്ട് പൊടി തട്ടിക്കളയുന്നുണ്ട്. അവിടെ നന്നായിട്ട് പൊടി പിടിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇന്ന് ക്ലീൻ ചെയ്ത 2 ദിവസം കഴിയുമ്പോഴേക്കും അവിടെ പൊടി വരും. അത് കഴിഞ്ഞപ്പോൾ ഇതാ ജനലൊക്കെ നന്നായിട്ട് പൊടി തട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഞാൻ ജനൽ തുറന്ന് തുടയ്ക്കാത്തതെന്ന്. വേറെ ഒന്നുമില്ല, തൊട്ടപ്പുറത്ത് തൊഴുത്താണ് കേട്ടോ. അത് ക്ലീൻ ചെയ്യുന്ന സമയമാണ്, അതുകൊണ്ടാണ് ഞാൻ അത് തുറന്ന് തുടയ്ക്കാത്തത്. പുറത്ത് പോയി കഴിഞ്ഞിട്ട് പുറം ഭാഗം ഒന്ന് തുടയ്ക്കും. പിന്നെ ഞാൻ തമ്പുരുക്കുട്ടിയുടെ വൈപ്സ് എടുത്തിട്ട് അതൊന്നും കൂടെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ വാർഡ്രോബൊക്കെ നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട്. അതുപോലും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. കുറച്ച് മുന്നേ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ വാർഡ്രോബിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് ഒതുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സുകളൊക്കെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ജോലിക്ക് പോകുമ്പോൾ അത് എടുത്തിടാനുള്ള ബുദ്ധിമുട്ട് കാരണം കേട്ടോ. പിന്നെ അത് തമ്പുരുക്കുട്ടിയുടെ വാർഡ്രോബും തുടച്ചു കൊടുത്തു. അതുമ്പോൾ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതുമ്പോൾ പെട്ടെന്ന് പൊടി പിടിക്കുന്നുണ്ട്. പിന്നെ എത്ര തുടച്ചാലും എല്ലാവരുടെ വീടും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, പെട്ടെന്ന് പൊടി പിടിക്കും. പിന്നെ റൂമിൽ ഒരുപാട് ഫ്രെയിം വയ്ക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അത്യാവശ്യം ഫ്രെയിം ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് നന്നായിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം എൻ്റെ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് ഫോട്ടോസാണ്, ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. മാരേജിന് എൻഗേജ്മെൻറ്റ് ഫോട്ടോയാണിത്. എനിക്കിത് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ. ഇതെൻ്റെ മാരേജിൻ്റെ സേവ് ദ ഡേറ്റ് ഫോട്ടോയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഫോട്ടോയാണ് കേട്ടോ. ജിതേട്ടനും ഈ ഒരു ഫോട്ടോ നല്ല ഇഷ്ടമാണ്. എല്ലാ ഫ്രെയിമും ഞാൻ തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുമൂലം അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ ഫ്രെയിമും അതാത് സ്ഥാനത്ത് തന്നെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഫ്രെയിമിൻ്റെ പൊസിഷൻസ് ഞാൻ മാറ്റാറില്ല. എവിടെയൊക്കെയാണ് ആ ഫ്രെയിം ഉള്ളത് അവിടെ തന്നെയാണ് ഞാൻ ഫ്രെയിം വെക്കാറ് കേട്ടോ. അതിനുള്ള സ്പേസൊക്കെ കറക്റ്റ് നോക്കിയിട്ടാണ് അവിടെ ആണി അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫ്രെയിം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറില്ല കേട്ടോ. പിന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ അവസരം ഞാൻ ചിതിയേട്ടന് ബർത്ത്ഡേക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ ഈ ഒരു ബുദ്ധൻ. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടി, അത് ധ്യാനുട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. അതെന്തോ ഒരു ഭാഗ്യമുള്ള വണ്ടി എന്ന് തന്നെ പറയാം. പിന്നെ ഒരു ഫ്ലവർ വേസും എല്ലാം ഞാൻ മീഷോന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം അതിൽ സെറ്റാക്കണം. ഇത് ചേച്ചി ദുബായിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് ടോയ്സാണ് കേട്ടോ. അതും ഞാൻ അവിടെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മീഷോന്ന് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആർട്ടിഫിഷ്യൽ ടേബിൾ ടോപ്പ് പ്ലാന്റ്സ്. ഇത് അടിപൊളിയാണ്. 4 കളറാണ് വരുന്നത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ. ഞാനത് ആ മിററിൻ്റെ അവിടെ 2 സെറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയില്ല അത് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി ഞാൻ കൊണ്ടുപോയിട്ട് ആ ഒരു വാൾ ഡെക്കറുമേ സെറ്റ് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അവസാനം നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ല ക്യൂട്ടാണ്, നല്ല ചെറുതാണ്. പിന്നെ 4 കളറാണ് കേട്ടോ. അങ്ങനെ അത് എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് മീഷോന്ന് മേടിച്ചിട്ടുള്ള ആ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും വെച്ചിട്ട് റൂം നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റും കൂടെ മാറ്റി വിരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് എടുക്കണം. ഈ കാണുന്ന ബെഡ്ഷീറ്റ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല ബെഡ്ഷീറ്റാണ് കേട്ടോ. ഫുൾ എലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത്. നല്ല കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ റൂം ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ റൂമാണ് കേട്ടോ. നിങ്ങളാരും വിചാരിക്കുന്ന പോലെ വലിയ റൂമൊന്നുമല്ല, ഞങ്ങളുടെ ചെറിയ സ്വർഗം തന്നെ പറയാം കേട്ടോ. അങ്ങനെ റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷീറ്റാണ് ഞാൻ സെലക്ട് ചെയ്തത്. സാധാരണ ഞാൻ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വല്ല ഫംഗ്ഷൻ വരുമ്പോൾ മാത്രം വിരിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിലും തമ്പുരുകുട്ടി കിടക്കുന്ന ഭാഗത്ത് ഇത് ഡ്രൈ ഷീറ്റും അതിന് മുകളിലൊരു ഷീറ്റും കൂടെ വിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഈ ഒരു കുഷ്യൻസ് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. കുഷ്യൻ കവറും ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ കുഷ്യൻ്റെയും അതുപോലെ ഈ ഒരു കവറിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 5 കുഷ്യൻ കവറും 5 കുഷ്യൻ സെറ്റും ആണ് കേട്ടോ കിട്ടുന്നത്. 2 എണ്ണം ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയേക്കാണ് കേട്ടോ. അത് വീട്ടിലിരിപ്പുണ്ട്. ബാക്കി 3 എണ്ണം ഇവിടെയും വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഫൈനലി റൂം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. റൂം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. തമ്പുരുക്കുട്ടി ഉള്ളതുകൊണ്ട് എത്ര ദിവസത്തിനാണെന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.